ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഈ മഴയൊക്കെയാണ്, നല്ല മഴയുണ്ട് ഇവിടെ ഇപ്പോൾ. ഈ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ത്രികോണാകൃതിയിലൊരു മഞ്ഞ കളറോട് കൂടി ഒരു അറിയിപ്പ്. നിങ്ങളുടെ റീച്ച് കുറയ്ക്കും, നിങ്ങളുടെ വിതരണം കുറച്ച് കളയും കുറയ്ക്കുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ താഴോട്ട് എൻ്റെ നൂറിന് മുകളിലൊക്കെ റീച്ച് കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ സ്കെയിൽ ബോർഡ് നീല വരയൊക്കെ ഉള്ളത്. അതിപ്പോൾ നേരെ നീലവര പോയിട്ടുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ ചുവപ്പിലേക്കാണ് പോയിരിക്കുന്നത് അതിൻ്റെ എഴുത്തൊക്കെ. ഇത് വെച്ചാൽ തീരെ കുറഞ്ഞു, 500 എങ്ങനെയാണ്ടൊക്കെ അവർ കാണിക്കുന്നു. അപ്പം വളരെ മോശമായ ഒരു പ്രകടനമാണ് എൻ്റെ എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എന്തൊക്കെയോ പോരായ്മകളുണ്ട്. പ്രൊഫൈൽ പേജാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനത് തുടങ്ങുന്ന പേജ് ഈ പ്രൊഫൈൽ പേജാക്കിയത് തന്നെ എന്നോട് 1-2 വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലൂടെ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടു. അത് കണ്ടപ്പോഴാണ് അങ്ങനെ നിങ്ങൾക്ക് ചെറിയ തോതിലൊക്കെയുള്ള വരുമാനം കിട്ടും, നിങ്ങളൊക്കെ നിരന്തരം, എന്നോട് മാത്രമല്ല കേട്ടോ, അതിൻ്റെ വീഡിയോയാണ്, നിരന്തരം പോസ്റ്റ് ഫോട്ടോയും ഒക്കെ ഇടുന്നവരല്ലേ, വീഡിയോ ഒക്കെ ഇടുന്നവരല്ല, നിങ്ങൾക്കൊക്കെ ചെറിയ വരുമാനം, വലിയതൊന്നും പറഞ്ഞില്ല, ഒരു ചെറിയ വരുമാനം എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുന്ന പോലെ കിട്ടിയാല, എന്നാലും ഒരു ചെറിയ വരുമാനം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനിങ്ങനെ നിരന്തരം എല്ലാ ദിവസവും 2-3 ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്ന് ഇടുമായിരുന്നു. എന്തെങ്കിലും എഴുത്താണ് എൻ്റെ അന്നത്തെ മുഖ്യമായൊരു ഏർപ്പാട്. അങ്ങനെ എഴുതി ഇടുമായിരുന്നു ഞാൻ എന്നെക്കുറിച്ചും, അല്ലാതെ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇങ്ങനെ എഴുതി ഇടുമായിരുന്നു. അന്ന് എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല എങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രൊഫൈലിൽ തന്നെയാണ് ഞാൻ രാഷ്ട്രീയ വിമർശനങ്ങളോ പോസ്റ്റുകളോ ഒക്കെ ഇടാറുള്ളൂ. ഇന്നിപ്പോൾ അതില്ല കേട്ടോ, രാഷ്ട്രീയ പോസ്റ്റുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ മാത്രമാക്കിയായിരുന്നു. ഇപ്പോൾ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും എഴുതുന്നില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് കൂടുതൽ പിന്തുണ ലഭിച്ച ഒരു, അല്ലെങ്കിൽ ജനപിന്തുണയുണ്ടെങ്കിലും അതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരുടെ പോസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാനപ്പടി കുറച്ച് മാറി നിൽക്കുകയാണ്. ഇത് 2011-ലും 2012-ലൊക്കെ അത് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് അന്നൊക്കെ ഇങ്ങനെ നിരന്തരം അതിന് രാഷ്ട്രീയപരമായ പോസ്റ്റ് ഇടാറ്. ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് കുറഞ്ഞു. പിന്നെ പോയിട്ട് എൻ്റെ എഴുത്ത്, അതും നേരത്തെ പോലെയൊന്നുമില്ല കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്നെക്കുറിച്ചുള്ള കഥകളൊക്കെ എഴുതുമ്പോൾ ചിലപ്പം ഒരു 60-ന് മുകളിൽ 60-100 ആകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 20-30 ആയി മാറി, തീരെ കുറഞ്ഞു പോയി. മോണിറ്റേഷൻ ആയതുകൊണ്ടാണോ എന്തോ. അപ്പോൾ ഈ മോണിറ്റേഷൻ പേജ് തന്നെ മോണിറ്റേഷൻ ആക്കുന്നത് അങ്ങനെയാണ്. പ്രൊഫൈലിൽ ആക്കാവുന്നുള്ളതിന് ഞാൻ 1-2 വീഡിയോ, അപ്പോൾ അന്ന് വേറെ 1-2 പേരുടെ വീഡിയോ കട്ട് ചെയ്യാൻ. അപ്പോൾ അവരും പറയുന്ന ചെറിയൊരു വരുമാനം കിട്ടുന്നേ പറയുള്ളൂ. എന്നാൽ ഈ 2 മാസം മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ഒരു സുഹൃത്തിൻ്റെ കണ്ടു ഫേസ്ബുക്കിൽ തന്നെ. ഫേസ്ബുക്ക് പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ കണ്ടമാനം പൈസ കുറച്ചു ആണ് നമുക്ക് തരുന്നതെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ മോണിറ്റേഷൻ ആക്കാൻ ഉദ്ദേശിച്ചിങ്ങനെയാണ്, നമുക്ക് ചെറിയ നമ്മുടെ ഫോട്ടോയ്ക്കൊക്കെ ചെറിയൊരു പൈസ എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും കിട്ടിയാലും. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുന്ന ആട്ടെ, 100 രൂപയെങ്കിൽ 100 രൂപ നമുക്ക് ഒരു മാസം ഒരു 100 രൂപ കിട്ടിയാലും അത് എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണല്ലോ എന്നൊക്കെ ഓർത്താണ് കിട്ടും. അങ്ങനെ പേജൊക്കെ ആയി, മോണിറ്റേഷനൊക്കെ ആയി, എനേബിളായി കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിന് മുമ്പ് തന്നെ, ഇതിപ്പം മോണിറ്റേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ മോണിറ്റേഷൻ ആയപ്പോൾ ഞാനൊരു 98 എന്നൊരു സംഖ്യ, എസ് എന്നുള്ളൊരു സംഖ്യ കണ്ടു. അപ്പോൾ എൻ്റെ വിചാരിക്കുന്നത് 100 ആകുകയാണല്ലോ, 100 ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനിതെങ്ങനെ മേടിച്ചെടുക്കാം, 100 കിട്ടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്, $100. അപ്പോൾ ഈ 98 വരെയുള്ള ഒരു രസമാണ്. ആ സംഗതി എന്താണെന്ന് അതിനെന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് 0.98 എന്നാണ് കാണിച്ചത്, എസ് എന്നാണ് കാണിച്ചത്. അപ്പോൾ അത് ഡോളർ അല്ലാന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴായിരിക്കും മനസ്സിലാകുന്നത്.
അത് വളരെ കുറഞ്ഞ 1 പൈസ 2 പൈസ അങ്ങനെ 98 പൈസയൊക്കെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും $1 പോലും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഞാൻ ഒത്തിരി പേരോട് ഇതൊക്കെ ചോദിക്കും, ആർക്കും അറിയാവുന്നവരും ഇല്ല അതെന്താ ഏതാ. പോസ്റ്റ് കിട്ടും അതിനെക്കുറിച്ച്, അതിന് ഒരു മറുപടിയൊന്നും എനിക്ക് ആരും തന്നതുമില്ല. എങ്കിലും കിടക്കട്ടെ എന്ന് കരുതി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 10 വർഷം കഴിഞ്ഞാലും ആ ഫേസ്ബുക്കിൻ്റെ വരുമാനം കിട്ടിയത്. കാരണം ഇപ്പോഴും $25 തരും എന്നൊരു കാലത്ത് പറയുന്നുണ്ട്. അതെങ്ങനെ ആ ഒരു ഇതിലാണ് ഇപ്പം ഞാനുള്ളത്. എനിക്ക് പലപ്പോഴും അവരുടെ മെസ്സേജ് വന്നു, നോട്ടിഫിക്കേഷൻ കിട്ടി, ഇങ്ങനെ $25 ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആകുന്നത്. അത് ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തു ഓട്ടോ ക്ലിയറാക്കി. ബാങ്ക് അക്കൗണ്ടിലും ഇപ്പം മാസം പുതുക്കണം. അത് അങ്ങനെ കാണുന്നുണ്ട്. ശരിയോ തെറ്റോ എന്തായാലും ഫേസ്ബുക്ക് അത് ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ ഒരെണ്ണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നങ്ങനെ പുതുക്കാൻ ഞാനത് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ല ദോഷമാണോ ഗുണമാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ അറിയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബ്ലോഗർമാർക്കൊക്കെ അറിയാമായിരിക്കും, ക്രിയേറ്റർമാർക്കൊക്കെ അറിയാവുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒത്തിരി പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. ഇച്ചിരി ഓർമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം കൂട്ടുകാരുടെ എൻ്റെ ഫേസ്ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൊന്നും ശരിക്കും കയറി ലൈക്ക് ചെയ്യാത്തത് കൊണ്ടാവും ഇങ്ങനെ അവർ വിതരണത്തിലും കുറച്ചിട്ടുണ്ട്. നമ്മൾ കയറി അതിന് അഭിപ്രായമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എഴുതുമ്പോൾ തന്നെ എനിക്ക് പോസ്റ്റ് എഴുതാനൊരു വിഷയം കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും അഭിപ്രായം പറച്ചിലൊന്നുമില്ല. വളരെ കുറഞ്ഞ 2-3 പേരൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഇതായതുകൊണ്ടായിരിക്കും എൻ്റെ പോസ്റ്റിന് നിലവാരം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ശരിയായൊരു മറുപടി അല്ലെങ്കിൽ ഒരു അഭിപ്രായമൊന്നും വിമർശനമോ ഒന്നും കിട്ടാതെ. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല വിമർശനം കിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ എന്തെഴുതിയാലും കിട്ടുമായിരുന്നു വിമർശനം. അപ്പോൾ ഇപ്പോൾ അധികമൊന്നും എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ എനിക്ക് എൻ്റെ ഫോളോവേഴ്സായിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ സ്വയം ഡിലീറ്റായി പോയിട്ടുണ്ട്. ഇപ്പം ഫോളോ ചെയ്യുന്നവരാണെങ്കിലും സ്വയം അത് ഫോളോ ഒഴിവാക്കി പോയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയുള്ളത്. എന്നാലിപ്പോൾ അധികം പേരും നല്ല ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ. ഞാനിപ്പോൾ ഒരു പാർട്ടിക്കാരനല്ലല്ലോ, അതിൻ്റെ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ആൾക്കാർ നീങ്ങുന്നത്. ഇപ്പോൾ എനിക്ക് വലിയ പാർട്ടി ബന്ധമൊന്നുമില്ലാത്തത് കൊണ്ടാവോ എന്തേലും ആട്ടെ. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വലിയ നേരത്തെ ഫേസ്ബുക്ക് ഏതാണ്ട് വലിയ ലക്ഷങ്ങൾ കൊടുത്തു അങ്ങനെയൊന്നും ഇല്ല എന്നായിരുന്നു ഞാൻ ഈ ഫേസ്ബുക്കിലേക്ക് മോണിറ്റേഷൻ ആകുന്നതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പലരും അതിനെക്കുറിച്ച് കിട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ പേജ് മോണിറ്റേഷൻ ആക്കാനും എന്തെങ്കിലും കിട്ടിയാൽ കേട്ടിട്ടത്. അപ്പോൾ അതാണ് എനിക്ക് ഈ പറയുന്ന പോലെ 1 എസും 2 എസും ഒക്കെയാണ് കിട്ടുന്നത്. അതൊരു മാസത്തിലേക്ക് 0.80 ഒക്കെയാണ് കാണുന്നത്. 8 എന്നൊക്കെ കാണുന്നുണ്ട്. ആ രീതിയിൽ പോയാൽ എങ്ങനെയാണ് $25? എന്തായാലും അതിപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയാൽ കിട്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.